ഹലോ നമസ്കാരം, രഞ്ജിത്ത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു റീറ്റെയിൽ ഷോപ്പിനെ കുറിച്ചാണ്. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഡൊമൈനിൽ റീറ്റെയിൽ ഷോപ്പ് നടത്തുന്ന ഒരാൾ. അദ്ദേഹം വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് ജീവിതത്തിൽ വന്നത്. അദ്ദേഹത്തിൻ്റെ പാരൻസിന് കൂലിപ്പണിയായിരുന്നു, വളരെ ചെറിയ രീതിയിൽ. അദ്ദേഹം വളരെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് വളരെ ജെന്യുവനായിട്ടുള്ളൊരു മനുഷ്യനാണ്. അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗ്രാമത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ളൊരു വ്യക്തി, ഒരു നല്ല കച്ചവടക്കാരനായി അദ്ദേഹം മാറി. അദ്ദേഹം അവിടെ ഒരു ചെറിയ ഷോപ്പ് ഇട്ടു. ആ ഷോപ്പിൽ നിന്ന് ആളുകളെല്ലാം മേടിക്കാൻ തുടങ്ങി. അത്യാവശ്യം വേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് അത് മേടിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ, ഞാൻ കൃത്യമായി പറയുന്നില്ല എന്നുള്ളൂ എന്ത് ഷോപ്പാണെന്നുള്ളത്. അദ്ദേഹം അവിടേക്ക് വേണ്ട റോ മെറ്റീരിയൽസൊക്കെ അദ്ദേഹം തന്നെയാണ് കൃത്യമായിട്ട് സെലക്ട് ചെയ്യുന്നത്. അദ്ദേഹം തന്നെയാണ് അവിടേക്ക് വേണ്ട പ്രോസസ്സിങ്ങും ഈ സാധനങ്ങളുടെ ഒരു ഫൈനലായിട്ടുള്ള ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നതിലൊക്കെ നേതൃത്വം കൊടുത്തിരുന്നത്. അങ്ങനെ വളരെ ട്രസ്റ്റ് വർത്തിയായിട്ട് അദ്ദേഹം നിലകൊണ്ടു. നാട്ടുകാർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയായിരുന്നു. ഇദ്ദേഹമാണ് നമ്മൾ സമീപിക്കുന്നത് കേട്ടോ കൺസൾട്ടിങ്ങിന്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇപ്പോൾ ഏകദേശം ഒരു 75 വയസ്സോളമായി. ഇപ്പോൾ 75 വയസ്സാകുമ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഏകദേശം ഒരു 35 വർഷത്തോളമായിട്ട് ഈ ഒരു ഷോപ്പ് അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ ഏകദേശം ഒരു 2-3 ഷോപ്പുകൾ കൂടി അദ്ദേഹം തുടങ്ങുകയും ചെയ്തു. ഒരു ഷോപ്പ് ഇടയിൽ പൂട്ടിപ്പോയി. ഇപ്പോൾ 2 ഷോപ്പേ ഉള്ളൂ. ആദ്യം തുടങ്ങിയ ഷോപ്പ് കുറേയും കൂടി വലുതായിട്ടുണ്ട്. അതല്ലാതെ ഏകദേശം ഒരു 10-20 കിലോമീറ്റർ അപ്പുറത്തുള്ളൊരു ടൗണിൽ അവിടെയും ഒരു ഷോപ്പുണ്ട്. 2 ഷോപ്പുകളാണ് അദ്ദേഹത്തിനുള്ളത്. ഈ 2 ഷോപ്പും അത്യാവശ്യം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. 75 വയസ്സുണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനുണ്ട്. അദ്ദേഹത്തിന് ഒരു മകളും ഒരു മകനുമാണുള്ളത്. മകൾക്ക് ഈ ബിസിനസ്സിലൊന്നും താല്പര്യമില്ല, കല്യാണം കഴിച്ച് അയച്ചു, US-ലാണ്. മകന് ഏകദേശം 30-31 വയസ്സുണ്ട്. അദ്ദേഹം ബിസിനസ്സിലുണ്ട്. ഇപ്പോൾ വന്നിട്ട് ഏകദേശം ഒരു 3-4 വർഷമായി. UK പഠിക്കാൻ അങ്ങനെയാണല്ലോ, അതിൻ്റെ ഒരു രീതി അങ്ങനെയാണല്ലോ. ഇവിടെയുള്ള ആളുകളൊക്കെ കുറച്ച് പൈസ സമ്പാദിച്ചു കഴിഞ്ഞാൽ മക്കളെ UK കാനഡയിലോ അമേരിക്കയിലോ ഒക്കെ പഠിക്കാൻ അയക്കുക എന്നുള്ളതാണ്. എന്താണ് പഠിക്കാൻ അയക്കുന്നതെന്ന് അവർക്ക് പോലും അറിയില്ല. കാരണം അവർക്ക് കൃത്യമായ എഡ്യൂക്കേഷനൊന്നും ഇല്ലാത്ത കാരണം പുറം രാജ്യത്ത് പോയി പഠിക്കുക, ഒരു ഫീലൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തെ ഇങ്ങനെ പറഞ്ഞു വിട്ടു. അപ്പോൾ അവിടെ തന്നെ നല്ലൊരു ജോലിയൊക്കെ വേണമെങ്കിൽ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്നുള്ളതായിരുന്നു. പക്ഷേ ഇദ്ദേഹം അത്യാവശ്യം ഉഴപ്പനായതുകൊണ്ട് അവിടെ കോഴ്സൊന്നും കൃത്യമായി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അദ്ദേഹം തിരിച്ചു വന്നു ബിസിനസ്സിൽ തന്നെ വന്നു. അപ്പോൾ ഫാമിലി ബിസിനസ്സാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇവിടെ ഒരു ഷോപ്പുണ്ട്, അപ്പുറത്തൊരു ഷോപ്പുണ്ട്. ഈ ഷോപ്പിൽ ഫാദർ ഇരിക്കും, അപ്പുറത്തെ ഷോപ്പിൽ ഇദ്ദേഹത്തെ പറഞ്ഞയച്ചു. അങ്ങനെ ഈ ഫാദറിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഷോപ്പിൽ വരുന്ന ആളുകളുമായിട്ടൊക്കെ വളരെ നല്ല ബന്ധം കീപ്പ് ചെയ്യും. അപ്പോൾ ഈ കസ്റ്റമേഴ്സായിട്ട് മാത്രമല്ലല്ലോ ഇതിൽ ഈ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ഷോപ്പിലും അല്ലെങ്കിൽ ഏതൊരു ബിസിനസ്സിലും ഏറ്റവും പ്രധാനം ഒന്ന് സപ്ലയേഴ്സായിട്ടുള്ള ബന്ധമാണ്. സപ്ലൈസ് നമുക്ക് പലതരത്തിലുള്ള സപ്ലൈസ് ഉണ്ടാവും. സപ്ലയേഴ്സുമായിട്ടുള്ള ബന്ധം വളരെ പ്രധാനമാണ്. കാരണം പർച്ചേസിലാണ് ഇതിൻ്റെ ഒരു വലിയ മാർജിൻ ഇരിക്കുന്നത്. ഇതുപോലെ തന്നെ വളരെ പ്രധാനമാണ് കസ്റ്റമേഴ്സായിട്ടുള്ള ബന്ധം. അപ്പോൾ ചെറിയ ഷോപ്പൊക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും ഓണർക്ക് തന്നെ ആ ഒരു ബന്ധം ഉണ്ടാവണം, പ്രത്യേകിച്ചും നാട്ടിലൊക്കെ ആകുമ്പോൾ. അങ്ങനെ ആ ഒരു ബന്ധത്തിലൂടെയാണ് ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് വളരുന്നത്, പ്രത്യേകിച്ചും ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ളൊരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ. അപ്പോൾ അദ്ദേഹം കാലത്ത് വെളുപ്പിനെ എണീക്കും, ഒരു 4-5 മണിയൊക്കെ ആകുമ്പോൾ എണീക്കും, എക്സസൈസും പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ ഇറങ്ങുകയാണ്. പിന്നെ ഷോപ്പിൽ നിന്ന് തിരിച്ചു പോകുന്നത് രാത്രി 11 മണി 12 മണി നേരത്തേക്കാണ് പോവുക. അത്രയും നേരം അതിൽ എഫർട്ട് ഇടുകയാണ്. അത്രയും എഫർട്ട് ഇട്ടുള്ള മനുഷ്യനാണ്. അങ്ങനെയാണ് ഇത് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നത്. ഇങ്ങനെ ഈ 2 ഷോപ്പ് നല്ലതായി പോകുന്ന സമയത്താണ് മകനെ മറ്റേ ഷോപ്പിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിലെങ്ങനെയാ വെച്ചാൽ മുമ്പായിരുന്നെങ്കിൽ ഇദ്ദേഹം ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സിലൊക്കെ മറ്റേ ഷോപ്പിലേക്ക് പോകുമായിരുന്നു. ഇപ്പം മകൻ പോയ സ്ഥിതിക്ക് മകനെ ഏൽപ്പിച്ചു കൊടുത്തു. 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും ആ ഷോപ്പിൻ്റെ സെയിൽ ഏകദേശം പകുതിയായിട്ട് കുറഞ്ഞു. പുള്ളിക്ക് മനസ്സിലായില്ല, പുള്ളി മാർക്കറ്റിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായോ. മാർക്കറ്റിലല്ല, നമ്മുടെ ഷോപ്പിനകത്താണ് മാറ്റം ഉണ്ടായത് എന്നുള്ളത് പിന്നീടാണ് പുള്ളിക്ക് മനസ്സിലായത്. കാരണം സപ്ലയേഴ്സുമായിട്ട് കറക്റ്റായിട്ടുള്ള ടേംസ് വയ്ക്കുന്നത്. സപ്ലയേഴ്സായിട്ട് കൂടുതൽ ഇദ്ദേഹം തന്നെയാണ് ഡീൽ ചെയ്യുന്നത്. ഇതേ സാധനം തന്നെയാണ് അവിടെ പലതും കൊണ്ടുവയ്ക്കുന്നത്. പക്ഷേ ഈ മകനുമായിട്ട് കാര്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ല. അവിടെ വരുന്ന സാധനങ്ങൾ കറക്റ്റ് തന്നെയാണെന്ന് ക്രോസ് ചെക്ക് ചെയ്യാനുള്ള സംവിധാനമില്ല. കറക്റ്റായിട്ടുള്ള സിസ്റ്റംസ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അതാണ് ചെറിയ ഷോപ്പുകളിലൊക്കെ അവിടെയാണ് പ്രത്യേകത. ഒന്നുകിൽ അത് പീപ്പിൾ ഡ്രിവൺ ആവും, അല്ലെങ്കിൽ പ്രോസസ് ഡ്രിവൺ ആവും. പ്രോസസ് ഡ്രിവൺ ആയിട്ടുള്ള എത്ര ഷോപ്പുകൾ ഉണ്ടാവും കേരളത്തിൽ? വലിയ ചെയിൻസ് ഉണ്ടെങ്കിലായി. അല്ലാതെ ചെറിയ ഷോപ്പുകളെല്ലാം പീപ്പിൾ ഡ്രിവണാണ്. അതായത് ഞാൻ ഓണറാണെങ്കിൽ ഞാൻ തന്നെ നോക്കേണ്ടി വരും. പർച്ചേസും ഇൻവെൻറ്ററിയും ഇതിൻ്റെ ഡെലിവറിയും ഇതിൻ്റെ പ്രോജക്റ്റ് എല്ലാം ഞാൻ തന്നെ നോക്കേണ്ടി വരും. അങ്ങനെ തന്നെയാണ് അച്ഛനത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇദ്ദേഹം വന്നപ്പോൾ UK പഠിച്ചു വന്നിട്ടുള്ള പുതിയ ജനറേഷനിലുള്ള പിള്ളേരുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ കണ്ടിട്ടുണ്ടാവുക വളരെ സിസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസാണ്. ഇവിടെ ഈ പർച്ചേസിലും ഇൻവെൻറ്ററിയിലും സ്റ്റോക്കിലും സെയിൽസിലും
കസ്റ്റമർ കെയറിലും ഇതൊക്കെ ഞാൻ തന്നെ നോക്കണോ? ഇവർ അത്ഭുതപ്പെട്ടാൽ നോക്കുക. കാരണം സ്റ്റാഫൊക്കെ കുറേ ഉണ്ട്. എല്ലാ 2 ഷോപ്പിലെ ഏകദേശം 10, 18, 20ഓളം സ്റ്റാഫുണ്ട്. ഈ സ്റ്റാഫൊക്കെ ഉണ്ടായിട്ടും ഈ ഉത്തരവാദിത്വമൊക്കെ ഞാൻ തന്നെ എടുക്കണം എന്നുള്ളത് ഇവന് പുതിയ അറിവാണ്. അപ്പം ചെറിയ ഷോപ്പുകളിലൊക്കെ വളരെ രസകരമാണ്. 20 സ്റ്റാഫ് ഉണ്ടാവും, പക്ഷേ ആ 20 സ്റ്റാഫിൻ്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അക്കൗണ്ടബിലിറ്റി നമ്മൾ തന്നെ എടുക്കണം. ഈ അക്കൗണ്ടബിലിറ്റി പുള്ളി എടുക്കാൻ റെഡിയായില്ല. പുള്ളി അവിടെ ക്യാഷിലൊക്കെ ഇരിക്കും, മൊത്തത്തിലൊന്ന് കറങ്ങും. ചില വളരെ പ്രീമിയം ആയിട്ടുള്ള ക്ലയൻസ് വരികയാണെങ്കിൽ നൈസായിട്ടൊന്ന് ചിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ചിരിക്കത്തുമില്ല. അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ വളരെ അടുപ്പമുണ്ടായിരുന്ന ആൾക്കാരൊക്കെ വന്നിട്ട് ഇയാളൊന്ന് ചിരിക്കുക പോലും ചെയ്യുന്നില്ല. ഡിസ്കൗണ്ടിൻ്റെ കാര്യമൊക്കെ പോട്ടെ, ഒന്ന് ചിരിക്കുക പോലും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള കസ്റ്റമർ കെയർ കൊടുക്കുന്നില്ല. ഒന്നും കാണാതെ ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി കസ്റ്റമേഴ്സിൻ്റെ വരവ് കുറഞ്ഞു. കൃത്യമായിട്ടുള്ള ഈ സപ്ലൈസിൻ്റെ അടുത്തുള്ള ഒരു മോണിറ്ററിങ്, ഡെലിവറി സിസ്റ്റത്തിൻ്റെ മോണിറ്ററിങ് അതില്ലാതായപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായി, സപ്ലൈസിൻ്റെ പ്രത്യേകം എന്താ വെച്ചാൽ ഇത്തരത്തിലുള്ള ഷോപ്പുകളിൽ ആ ഷോപ്പിൽ ഓരോ പെർട്ടിക്കുലർ കാറ്റഗറിയിലും ഇത്ര സ്റ്റോക്ക് വയ്ക്കണം. ആ സ്റ്റോക്ക് കറക്റ്റ് ആയില്ലെങ്കിൽ ആക്ച്വലി അവരുടെ എൻറ്റയർ ക്യാഷ് ഫ്ലോ പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് ഓരോ കാറ്റഗറിയിൽ ഇത്രയാണ് സ്റ്റോക്ക് വയ്ക്കേണ്ടതെന്ന് കൃത്യമായിട്ടുള്ളൊരു സിസ്റ്റം വെച്ചിട്ടൊന്നുമില്ലെങ്കിലും പുള്ളിക്ക് ഒരു മനക്കണക്കുണ്ട്, ഫാദറിനൊരു മനക്കണക്കുണ്ട്, ഇദ്ദേഹത്തിന് ഒരു കണക്കുമില്ല. അപ്പോൾ ഇദ്ദേഹം കൊണ്ടുവന്നതൊക്കെ ഇദ്ദേഹത്തിന് കംഫർട്ടബിളായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുടെ അടുത്തേക്ക് അദ്ദേഹം കംഫർട്ടബിളായി ഡീൽ ചെയ്തിട്ട്, ചുരുക്കി പറഞ്ഞാൽ സുഖിയനായൊരു മകൻ, ഒരു കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യില്ല. ഇതെല്ലാം വേണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി എൻ്റെ അടുത്തേക്ക് വരട്ടെ എന്നുള്ളൊരു ചെറിയ ധാർഷ്ട്യവും പുള്ളിക്കുണ്ട്. കാരണം ബോൺ വിത്ത് എ സിൽവർ സ്പൂൺ, അവിടെയാണ് വ്യത്യാസം. അച്ഛൻ ജനിച്ചത് വലിയ ബുദ്ധിമുട്ടിലാണ്, കഷ്ടപ്പാടുകൾ അനുഭവിച്ച് വളർന്നതാണ്. പൈസയുടെ വാല്യൂ അറിയാം, അധ്വാനത്തിൻ്റെ വാല്യൂ അറിയാം. പക്ഷേ ഇദ്ദേഹത്തിനൊന്നും അറിയില്ല. അദ്ദേഹത്തിന് തെറ്റു പറയാൻ പറ്റില്ല പൂർണ്ണമായിട്ട്. എന്നാൽ അത് കൃത്യമായി ഇദ്ദേഹം പഠിപ്പിച്ചതുമില്ല. ഓട്ടോമാറ്റിക്കലി എന്തായി, സെയിൽ വളരെയധികം കുറഞ്ഞു, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. ഇവർ തമ്മിൽ തർക്കങ്ങളായി. എല്ലാ ദിവസവും വലിയ കോൺഫ്ലിക്റ്റാണ്, വീട്ടിൽ അടിയാണ്. അമ്മയുടെ മുന്നിൽ വെച്ച് അടിയാണ് രാത്രി രണ്ടുപേരും കൂടെ. അപ്പം ഇവൻ പറയുന്നത് എന്താ വെച്ചാൽ, അല്ല അച്ഛൻ എനിക്കൊന്നും വിട്ടു തരുന്നില്ല, എനിക്ക് മൊത്തം കാര്യങ്ങൾ അറിഞ്ഞാലേ എനിക്ക് ഇതിനകത്ത് കൂടുതൽ ഇൻസൈറ്റ് കിട്ടൂ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ബട്ട് അച്ഛന് പേടിയാണ് മൊത്തം കാര്യങ്ങൾ വിട്ടുകൊടുത്ത്. ഇതിപ്പോൾ ഒരു ഷോപ്പിനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, മൊത്തം കാര്യങ്ങൾ വിട്ടുകൊടുത്താൽ മൊത്തം പോവും എന്നുള്ളൊരു പേടിയില്ല അച്ഛനിരിക്കുന്നത്. ഇതുമായി പറഞ്ഞ് എല്ലാ ദിവസവും പ്രശ്നം. ഇങ്ങനെ പ്രശ്നവും അടിയും ഒക്കെ ആയിട്ട് വെന്റിലേറ്ററിലാവുമ്പോഴാണല്ലോ കൺസൾട്ടൻസിൻ്റെ അടുത്തേക്ക് ആൾക്കാർ വരിക. അങ്ങനെ നമ്മുടെ അടുത്തേക്ക് വന്നു. അവസാനമാണ് ഈ മാർക്കറ്റിങ്ങിനൊക്കെ കോടികൾ സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. കോടികൾ വരെ, 2 ഷോപ്പേ ഉള്ളൂ, പക്ഷേ കോടികൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ 2 വർഷമായിട്ട്. അപ്പോൾ ഞാൻ നമ്മളുടെ ഒരു ഫീയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പുള്ളി ഞെട്ടിയിരിക്കുകയാണ്, ഒരു 5 മിനിറ്റ് ഞെട്ടിയിരിക്കുകയാണ്. ഇത്രയും ഫീയോ? അപ്പോൾ അദ്ദേഹം പൈസ ഇങ്ങോട്ട് മേടിച്ചു മാത്രം ശീലിച്ചിട്ടുള്ള ഒരാളാണ്, കൊടുത്ത് ശീലമില്ല. അച്ഛൻ്റെ കാര്യം പറഞ്ഞ കാരണം അദ്ദേഹത്തിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പൈസയ്ക്ക് വലിയ വാല്യൂ ഒക്കെ ഉണ്ട്. അപ്പം വളരെ സിമ്പിളാണ് നമ്മളുടെ ഒരു മെക്കാനിസം. കാരണം നമ്മൾ ചാർജ് ചെയ്യുന്ന ഫീൻ്റെ വാല്യൂ നമ്മൾ അങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യും. കാരണം അവരുടെ സമയം, അവരുടെ പ്രോഫിറ്റബിലിറ്റി ഇതൊക്കെ എൻഹാൻസ് ചെയ്യാൻ പോകുന്നത് 10 100 ഇരട്ടി വാല്യൂ കിട്ടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഏകദേശം മനസ്സിലായി. മകനൊക്കെയാണ്, കാരണം മകന് പൈസയ്ക്ക് വലിയ വാല്യൂ ഒന്നും ഇല്ലാത്തതുകൊണ്ടും മകൻ ഇതുപോലുള്ള ഒരുപാട് അസൈൻമെൻറ്റ്സ് പുറത്തൊക്കെ കണ്ടിട്ടുള്ളതുകൊണ്ടും പുള്ളി ഓക്കെയാണ്. അച്ഛാ അത് വെച്ചോ, അവർ ഓക്കെയാണ് എന്ന് പറഞ്ഞു പുള്ളി. അപ്പോൾ 2 പേരും ഓക്കെ ആയി, നമ്മൾ വെച്ചു. അപ്പോൾ പുള്ളിയുടെ ആവശ്യം, അച്ഛൻ്റെ ആവശ്യം ഇതിനൊരു സിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ മകൻ ഇനി ഇതിലൊന്നും കൃത്യമായി ഇൻവോൾവ് ചെയ്യില്ല എന്നുള്ളത് പുള്ളിക്ക് കൃത്യമായിട്ട് അറിയാം. പുള്ളിക്കാണെങ്കിൽ പേടിയായി തുടങ്ങി, കാരണം പ്രായത്തിൻ്റെ അസുഖങ്ങളൊക്കെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. മകനെ ഏൽപ്പിക്കാതിരിക്കാനും പറ്റില്ലല്ലോ, വേറെ നാട്ടുകാർക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കിയ, വളരെ വൈകി മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഓർഗനൈസേഷൻ മസ്റ്റ് ബി സിസ്റ്റമൈസ്ഡ്. സിസ്റ്റമൈസ് ചെയ്തേ പറ്റൂ. കാരണം സിസ്റ്റമൈസ് ചെയ്യാതെ ഒന്നും പുതിയ തലമുറ ഇനി ഓർഗനൈസേഷൻസ്, ഇത്തരത്തിലുള്ള കമ്പനികൾ, ഷോപ്പുകൾ ഒന്നും ഏറ്റെടുക്കാൻ പോകുന്നില്ല. അങ്ങനെയാണ് ഇദ്ദേഹം സിസ്റ്റമൈസേഷന് റെഡിയാവുന്നത്. എന്നാലും വലിയ ബുദ്ധിമുട്ടാണ്, പൈസയൊക്കെ തരാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ 4 ഇൻസ്റ്റാൾമെൻറ്റായി തരട്ടെ എന്നൊക്കെ ചോദിച്ച് അവസാനം വൃത്തിയുടെ ബാർഗെയിനിങ് ഒക്കെ കേരളത്തിലെ രീതി, പല ആളുകളുടെയും കച്ചവടക്കാരുടെ ഒരു രീതി ഉണ്ടല്ലോ, ആ രീതിയിലാണ്. പക്ഷെ നമ്മൾ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അദ്ദേഹം റെഡിയായി. അങ്ങനെ നമ്മൾ പതുക്കെ പതുക്കെ ഓരോ ഭാഗമായി സിസ്റ്റമൈസ് ചെയ്ത് കൊണ്ടുവന്ന് ആ സിസ്റ്റമൈസ് ചെയ്ത ഭാഗങ്ങളെ പതുക്കെ ഡെലിഗേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഇദ്ദേഹവുമായി ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്ത് വേണമെന്നറിയാമോ? ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ ഉത്തരവാദിത്തം കൃത്യമായി കൊടുക്കണം. ഇന്ന ഉത്തരവാദിത്തമാണ് കൊടുക്കേണ്ടത് എന്ന് കൃത്യമായിട്ട്. അപ്പോൾ ആ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് മകനിലേക്ക് കൊടുത്തു. ആ ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മോണിറ്റർ ചെയ്യുക. പിന്നെ പ്രശ്നം വരില്ല, കാരണം ചെയ്യുന്നില്ല എന്നുള്ള പ്രൂഫ് അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അച്ഛന് കൃത്യമായിട്ട് പറയാം
ഇതാ ഉത്തരവാദിത്വം നിന്നെ ഏൽപ്പിച്ചില്ല എന്നുള്ളതായിരുന്നല്ലോ പ്രശ്നം. ഇതാ ഏൽപ്പിച്ചിരിക്കുന്നു, നീ കൃത്യമായിട്ട് ചെയ്യുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ആ ഉത്തരവാദിത്വം തിരിച്ചെടുക്കുന്നു. അപ്പോൾ അതിനും നമ്മൾ കൃത്യമായിട്ടുള്ള സെറ്റപ്പ് ഉണ്ടാക്കി. എത്ര തവണ മോണിറ്റർ ചെയ്യും, എത്ര തവണ ചെയ്തില്ലെങ്കിൽ ഇത് തിരിച്ചെടുക്കും, ഇതടക്കം നമ്മൾ കൃത്യമായി ഡിഫൈൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ പ്രധാനമായിട്ടും അദ്ദേഹത്തിന് ആദ്യം കൊടുത്ത ആ ഷോപ്പിലെ കാര്യങ്ങൾ മാത്രമേ ഡെലിഗേറ്റ് ചെയ്തുള്ളൂ. അത് ഞങ്ങൾ ഏകദേശം ഒരു 7 മാസത്തോളം ആ ഷോപ്പിനെ മാത്രം ബേസ് ചെയ്ത് 7 മാസത്തോളം വർക്ക് ചെയ്തു. ദ റിസൾട്ട് വാസ് അൺബിലീവബിൾ. ഏകദേശം 4 ഇരട്ടിയിലേക്ക് ഇവരുടെ സെയിൽ കൊണ്ടുവന്ന് എത്തിക്കാൻ പറ്റി. 4 ഇരട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ആ താഴെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും എഫക്റ്റീവ്ലി 2 ഇരട്ടിയേ ഉള്ളൂ, കാരണം പകുതിയായിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ അതിൻ്റെ ഇരട്ടിയിലേക്ക് നമുക്ക് കൊണ്ടുവന്ന് എത്തിക്കാൻ പറ്റി. പഴയ കസ്റ്റമേഴ്സിനെ എല്ലാം നേരിട്ട് പോയി കണ്ടു, അവരോട് കാര്യങ്ങൾ വിശദീകരിച്ചു, പുതിയ കളക്ഷൻസ് കൊണ്ടുവന്നു, സ്റ്റോക്ക് മാനേജ്മെൻറ്റ് പ്രോപ്പറാക്കി. വലിയ മാറ്റം ഉണ്ടായത്. ഈ 7 മാസം നമ്മുടെ അസൈൻമെൻറ്റ് കഴിഞ്ഞു. പക്ഷേ ഈ 4 ഇരട്ടിയാവുന്ന ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 15 മാസത്തോളം എടുത്ത് കാണും. അതായത് നമ്മൾ ആ പ്രോസസ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വീണ്ടും ഒരു 7-8 മാസം കൊണ്ടാണ് ആക്ച്വലി ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്. ദാറ്റ് വാസ് ഹ്യൂജ്. ഇപ്പോഴും ചില പ്രശ്നങ്ങളൊക്കെ നിലവിലുണ്ട്, എങ്കിൽ പോലും അവിടുത്തെ പ്രധാന പ്രശ്നം സെയിൽ വരുമ്പോൾ മറ്റുള്ള പല പ്രശ്നങ്ങളും മാറുമല്ലോ. അപ്പോൾ അവിടെ സെയിൽ വരുന്നു, പ്രോഫിറ്റബിലിറ്റി കൂടുന്നു, സിസ്റ്റമൈസ്ഡ് ആയിട്ടുള്ളൊരു ഓർഗനൈസേഷൻ ഉണ്ടാവുന്നു, എല്ലാ കാര്യങ്ങളും ഡാഷ്ബോർഡിൽ ഫാദറിന് കിട്ടുന്നു. വേറൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ, ഫാദർ ഇപ്പോൾ 2 ഷോപ്പിലും പോകുന്നില്ല, 2 ഷോപ്പും മകൻ തന്നെയാണ് മാനേജ് ചെയ്യുന്നത്. ഫാദർ ഇപ്പോൾ ഇടയ്ക്ക് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം 2 ഷോപ്പിൽ ഒരു ദിവസം ഇറങ്ങിയിട്ട് 2 ഷോപ്പിൽ ഒന്ന് പോയിട്ട് വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പുള്ളി ഒരു വിശ്രമ ജീവിതത്തിലേക്ക് മാറി. ആക്ച്വലി ഒരു ട്രാൻസ്ഫർ നടന്നു അവിടെ. ഒരു സക്സഷൻ പ്ലാനിങ് കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെട്ടു. ദിസ് ഹാപ്പൻസ്. പക്ഷെ പലപ്പോഴും ഏറ്റവും അവസാനമാണ് ആളുകൾ ഇതിനു വേണ്ടി റെഡിയാവുന്നത്. അപ്പോൾ പലപ്പോഴും മക്കൾ സുഖിയരായിരിക്കും, കാരണം എന്താ വെച്ചാൽ ബോൺ വിത്ത് സിൽവർ സ്പൂൺ ആയിരിക്കും, അവർക്കറിയില്ല. അവർ സിസ്റ്റമൈസ്ഡ് ആയിട്ടുള്ളൊരു ഓർഗനൈസേഷനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്, ഫസ്റ്റ് ജനറേഷൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് സിസ്റ്റമൈസ്ഡ് ആക്കിയിട്ട് അതിനെ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഓർഗനൈസേഷൻ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി ക്യാൻ അഡ്രസ്. ഓൾ ദി ബെസ്റ്റ്.